വാട്സ്ആപ്പ് ഗായ്സ്, ഇന്ന് നമ്മുടെ കിട്ടിയിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായ ഗറില്ല ആപ്പെക്സ് 450. ശരിക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആപ്പെക്സിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ അല്ല, പകരം ഗറില്ല എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആണ്. ഇത് 3 വേരിയൻസ് ഉണ്ട്. ആപ്പെക്സ് മാത്രമല്ല ശരിക്കും ഇതുള്ളത്. അതായത് ഈ 3 വേരിയൻസിനെ കുറിച്ചും ഒരു കംപ്ലീറ്റ് റിവ്യൂ, അതായത് ഒരു കമ്പാരിസൺ റിവ്യൂ പോലെ ഈ ആപ്പെക്സിനെ വെച്ച്. അത് പറയുന്നതിന് മുമ്പേ നമുക്ക് എല്ലാ പ്രാവശ്യവും പറഞ്ഞ പോലെ ഗറില്ലയുടെ ചെറിയൊരു ഹിസ്റ്ററി എടുത്ത് നോക്കാം. അതായത് ഇത് ഇന്ത്യയിൽ ആദ്യം ലോഞ്ച് ചെയ്യുന്നത് 2024 ജൂലൈയിലാണ്. ഏകദേശം 2 വർഷം അടുത്ത് ആകാറായിട്ടുണ്ട് ഇത് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ട്. അത് മാത്രമല്ല, ഗറില്ല ഇറങ്ങിയ സമയത്ത് ഇതിന് 3 വേരിയൻസ് ഉണ്ടായിരുന്നു. അനലോഗാണ് ഏറ്റവും ബേസ് മോഡൽ, അത് കഴിഞ്ഞാൽ ഫ്ലാഷ്, ഡാഷ്. അപ്പം ഏകദേശം 2026 കൂടി ആയപ്പോൾ ഏകദേശം കണക്കെടുത്ത് നോക്കുവാണെങ്കിൽ 20,000 തൊട്ട് 25,000 യൂണിറ്റ്സ് ആണ് ഇവർ സോൾഡ് ചെയ്തിട്ടുള്ളത്. ശരിക്കും എൻഫീൽഡിന്റെ ഒരു കണക്കെടുത്ത് വെച്ച് നോക്കുവാണെങ്കിൽ ഇത് ഏറ്റവും കുറവായിട്ടാണ് അവർ വില എടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരൊരു കാര്യം ചെയ്തു, ഈ പറയുന്ന ബേസ് മോഡലിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അതിന്റെ ഒരു പ്രീമിയം സെഗ്മെന്റ് ഇറക്കുക. അങ്ങനെ ഇറക്കിയതാണ് ഈ പറഞ്ഞ ആപ്പെക്സ്. അപ്പം ഇതാണ് ഇതിന്റെ ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞത്. ഇപ്പോഴും ഇതിന് 3 വേരിയൻസ് ഉണ്ട്. അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പറഞ്ഞ ആപ്പെക്സ്, ഫ്ലാഷ്, ഡാഷ്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ ആപ്പെക്സിന്റെ ഒരു ഓവറോൾ ലുക്കിലേക്ക് പോവാം. അത്യാവശ്യം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ, എസ്പെഷ്യലി ഈ റെഡ് കളർ. ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ എടുത്ത് നിൽക്കുന്ന ഒരു കളറും കൂടിയാണ് ഈ ഒരു റെഡ് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ഇതിന്റെ ഒരു ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. ഇതിന് ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഫ്രണ്ട് കൗളും അതുപോലെ തന്നെ പിന്നെ കാണുന്ന ഈ റിയർ കൗളുമാണ്. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അതിന് മുമ്പേ നമുക്ക് ഇതിന്റെ എത്ര കളർ വേരിയൻസ് ഉണ്ടെന്നും കൂടെ നോക്കാം. ഈ പറഞ്ഞ ലേറ്റസ്റ്റ് മോഡലായ ആപ്പെക്സിന് ഏകദേശം 3 കളർ വേരിയന്റ് ഉണ്ട്. അത് മാത്രമല്ല, ഫ്ലാഷിന് വരുന്ന 1, ഡാഷിന് 4 കളർ വേരിയൻസും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ആപ്പെക്സ് വരുന്ന സെഗ്മെന്റ് എന്ന് പറയുന്നത് റോഡ്സ്റ്റർ സെഗ്മെന്റ് ആണ്. ആസ് വെൽ ആസ് ഇത് എടുത്ത് നോക്കുവാണെങ്കിൽ ഈ ഒരു ഗറില്ലയുടെ തന്നെ ഏറ്റവും പ്രീമിയർ സ്പോർട്ടി ബൈക്കും കൂടിയാണ് ഇത്. ബാക്കി 2 വേരിയൻസ് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ലെവൽ ബൈക്കാണ്. പിന്നെ മുമ്പിലേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ ഹെഡ്ലൈറ്റ്, ഈ ഒരു ഹെഡ്ലൈറ്റ് ആണ് ഇതിന്റെ താഴെ വേരിയൻസിലും അവർ യൂസ് ചെയ്യുന്നത്. അതിന് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഫ്രണ്ടിലെ എടുത്ത് പറയേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് അവർ ഇതിലൊരു കവിൾ പോർഷൻ കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോർഷൻ യൂസ് ചെയ്യാനുള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗറില്ല കണ്ടവർക്കൊക്കെ അറിയാം ഇതിന്റെ മീറ്ററും ഇതിന്റെ ഹെഡ്ലൈറ്റും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഒരു ഫിനിഷിംഗ് ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് അവർ ഈ ഒരു കവിള് യൂസ് ചെയ്ത്. നമുക്ക് വേണമെങ്കിൽ ഒരു LNK ഉണ്ടെങ്കിൽ ഈ ഒരു കവിള് റിമൂവബിൾ ആക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ കാണുന്ന റിയർ കവിളും നമുക്ക് റിമൂവബിൾ ആക്കാവുന്നതേ ഉള്ളൂ. അടുത്ത ഇൻഡിക്കേറ്റർ ആണ് ഇന്റഗ്രേറ്റഡ് ടെയിൽ ആൻഡ് ലാമ്പ്. അതായത് ഇതൊരു മൾട്ടി ഫംഗ്ഷൻ സാധനമാണ്. അത് ഇതിന്റെ അകത്ത് തന്നെയാണ് നമ്മുടെ ഈ പറഞ്ഞ ബ്രേക്ക് ലൈറ്റും ഇൻഡിക്കേറ്ററും വരുന്നത്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ 34mm ടെലസ്കോപ്പിക് ഫോക്സ് ആണ് അവർ ഫ്രണ്ട് യൂസ് ചെയ്തേക്കുന്നത്. അവർക്ക് വേണമെങ്കിൽ ഒരു USD ഫോക്സ് പ്രൊവൈഡ് ചെയ്യായിരുന്നു. കാരണം ഗറില്ലയുടെ തന്നെ ഏറ്റവും ഒരു പ്രീമിയം സ്പോർട്ടി ബൈക്കാണ് ഈ കാണുന്നത്. പിന്നെ റിയറിലേക്ക് വരുന്ന സമയത്ത് അവർ യൂസ് ചെയ്തേക്കുന്ന ലിങ്കേജ് മോണോസോ സസ്പെൻഷൻ സിസ്റ്റം ആണ്. അടുത്ത വരുന്നത് ബ്രേക്കിന്റെ കാര്യമാണ്. ബ്രേക്കിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ 310mm ഡിസ്ക് ആണ് ഫ്രണ്ട് യൂസ് ചെയ്തിരിക്കുന്നത്. റിയറിലേക്ക് വരുമ്പോൾ 270 ഡ്യുവൽ ബേസ് ചാനലാണ് പറഞ്ഞത്. അത്യാവശ്യം നല്ല എഫിഷ്യന്റ് ആണ് ബ്രേക്ക്. പിന്നെ ഈ വണ്ടിയുടെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ടയർ ആണ്. കാരണം ഈ ഒരു ആപ്പെക്സ് മോഡൽ ഇറങ്ങിയ സമയത്ത് കുറേയധികം അക്രമങ്ങൾ നമ്മൾ ട്രാക്കിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരിക്കും. അതിന്റെ ഇപ്പൊ കുറേയധികം ട്രെൻഡിങ് വീഡിയോ നിങ്ങൾക്ക് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഈ പറഞ്ഞ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ടായിരിക്കും. അതിന്റെ ഒരു കാര്യം ഇതിന്റെ ടയർസ് ആണ്. കാരണം ഇവർ യൂസ് ചെയ്തേക്കുന്ന ബെഡ് സ്ട്രെയിൻ ടയർസ് ആണ്. ഈ ഒരു ടയറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു പെർഫോമൻസ് ടയർ ആണ്. ഈ ടയറിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് നെതർലൻഡ് ആണ്. അതിനുശേഷം അപ്പോളോ കമ്പനി ഈ ഒരു ടയർ ഏറ്റെടുക്കുകയും ഈ ടയർ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് പെർഫോമൻസ് ബൈക്കുകളിലും SUV കാർസിലും സ്പോർട്സ് കാർസിലൊക്കെയാണ്. ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് റോഡായിട്ട് അത്യാവശ്യം നല്ല കണക്ഷൻ ആയിരിക്കും. സാധാ ടയർ പോലെയല്ല, നല്ലതായിട്ട് തന്നെ ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ കിട്ടും. ഫ്രണ്ട് യൂസ് ചെയ്തേക്കുന്ന 120ഉം ബാക്കിലേക്ക് വരുന്ന സമയത്ത് 160mm ആണ്. ആകെ ടയറിന്റെ കാര്യത്തിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഈ ഒരു ടയർ വെഡ്സ്റ്റൈൻ ടയർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സൈസിന്റെയും കാര്യങ്ങളെല്ലാം ഏകദേശം സെയിം ആണ് താഴത്തെ വേരിയന്റ് വെച്ച് നോക്കുവാണെങ്കിൽ. അത് മാത്രമല്ല, ഈ ഒരു ടയറിന്റെ വേറൊരു ഗുണം എന്ന് പറയുന്നത് കോർണറിംഗ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടയറും കൂടിയാണ്. ഒരു റേസറിന് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് കിട്ടുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ആ വണ്ടിയുടെ ടയറുകളിൽ നിന്നാണ്. അപ്പം ഈ ഒരു ടയർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കോർണറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ കിട്ടും. അതുകൊണ്ടാണ് ഇപ്പം ഈ ഒരു വണ്ടിയുടെ പരസ്യത്തിന് വേണ്ടി അവരെ ഈ വണ്ടി റേസേഴ്സിന്റെ ട്രാക്കിലൊക്കെ ഓടിക്കാൻ കൊടുത്തേക്കുന്നത്. കാരണം അവരുടെ ആ ഒരു കോർണറിങ്ങും ആ ഒരു സംഭവങ്ങളൊക്കെ നിങ്ങളിലേക്കും കൂടെ എത്തിക്കാൻ വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. ഇതുണ്ടോ പിടിച്ചാലും അമർത്തിയാലും നിക്കണ് കട്ടിക്കും മണി വ്യത്യാസത്തിന് സ്റ്റിയറിംഗ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി. നമ്മൾ ഇഞ്ചിന് തവിട് കൂടി.
കാര്യമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയാനില്ല. കാരണം ഈ ഒരു വണ്ടിയും ഇതിന്റെ താര വേരിയൻസും ഏകദേശം സെയിം ആണ്. പ്രൈസിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് വരുന്നത്. ഉള്ളി വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു കൗള് യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ടയറിന്റെ കാര്യത്തിലുള്ള വ്യത്യാസം, പിന്നെ കളറിന്റെ കാര്യത്തിലുള്ള ഒരു വ്യത്യാസം. അടുത്ത് നമുക്ക് എഞ്ചിൻ വിശേഷങ്ങളിലേക്ക് പോകും. അപ്പോൾ എഞ്ചിൻ വിശേഷങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഗറീലയുടെ തന്നെ താഴെയുള്ള വേരിയൻസ്, അതായത് ഡാഷും ഫ്ലാഷിലും സെയിം എഞ്ചിനാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് 452cc ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് 40 PS പവറും അതുപോലെ 40 Nm ടോർക്കും ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 6 സ്പീഡ് ട്രാൻസ്മിഷൻ സിസ്റ്റം, വെറ്റ് ക്ലച്ച് ആണ് ഇവർ യൂസ് ചെയ്തേക്കുന്നത്. ഇതെല്ലാം പക്ക സെയിം ആണ് ഇതിന്റെ താഴത്തെ വേരിയൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ. അത് മാത്രമല്ല ഈ ഒരു എഞ്ചിൻ തന്നെയാണ് അവരുടെ ക്രാമിലൊക്കെ യൂസ് ചെയ്തേക്കുന്നത്, ഷെയർപ്പ എഞ്ചിൻ. അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളൂ ഈ ഒരു എഞ്ചിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ. അടുത്ത് നമുക്ക് സീറ്റിന്റെ കാര്യം പറയാം. സീറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം പറയാനായിട്ട് തന്നെ കാര്യങ്ങളുണ്ട് കുറച്ച്. അപ്പോൾ സീറ്റിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു കൗള് റിമൂവബിൾ ആണ്. എൻഫീൽഡ് പറയുന്നത് നമ്മുടെ കയ്യിൽ ഒരു LNK ഉണ്ടെങ്കിൽ ഏകദേശം 1 മിനിറ്റ് കൊണ്ട് സാധനം റിമൂവ് ചെയ്തിട്ട് നമ്മുടെ പില്യനിൽ ഒരാളെയും കൂടെ വെച്ചുകൊണ്ട് പോകാൻ പറ്റും എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല ഈ ഒരു സീറ്റിന് വേറെ പ്രത്യേകതകളുണ്ട്. അത് നമ്മുടെ ലാലേട്ടൻ പറഞ്ഞ പോലെ ഞാൻ പറയാം, എല്ലാ നാണയത്തിനും 2 വശമുണ്ട് വിജയ. ഇതിന്റെ ഒരു പോസിറ്റീവ് എടുത്ത് നോക്കുവാണെങ്കിൽ ഇത് വരുന്നത് ഒരു ലീൻ സ്ലോപ്പ് ഒരു പോസ്റ്റർ ആയിട്ടാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് റൈഡറിന് ഏറ്റവും പറ്റിയ ഒരു സംഭവമാണ് ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. കാരണം ഹാൻഡിലേക്ക് നമുക്ക് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാനും കുറച്ചുകൂടി ബെറ്റർ ഹാൻഡിലിങ്ങിനൊക്കെ ഈ ഒരു സീറ്റ് സൂപ്പറാണ്. പക്ഷേ ഇതിന്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് പിന്നിൽ ഇരിക്കുന്നവർക്കാണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ചെരിഞ്ഞ സീറ്റാണ്. ഇപ്പോൾ ഡ്രൈവർ ബ്രേക്ക് പിടിക്കുന്ന സമയത്തോ അതല്ലെങ്കിൽ ഒരു ലോങ് ഒക്കെ പോകുന്ന സമയത്ത് പിന്നിൽ ഇരിക്കുന്ന ആൾക്കാർ നിരങ്ങി നേരെ നമ്മുടെ ഡ്രൈവറിന്റെ ഒപ്പം വന്നിരിക്കും. അതൊരു പോരായ്മയാണ്. പോരായ്മ എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ സോളോ റൈഡാണ് എപ്പോഴും പോണേ, പിന്നിൽ ആരെയും വെക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും വലിയ പ്രശ്നമുള്ള ഒരു കാര്യമല്ല. ഈ ഗോപി എവിടെ പോയി കിടക്കുന്നു? ഡ്രൈവറെ വിളിച്ചോണ്ടിരാന്ന് പറഞ്ഞിട്ട്. ഈ നാട്ടില് കാറിൽ ലോറി ഓട്ടുന്ന ഡ്രൈവർമാരും പാടും കിട്ടും. പക്ഷേ നമ്മളെ ആ വകുപ്പല്ല, നമ്മളെ കുറച്ച് കാത്തിരിക്കേണ്ടൊക്കെ വരും. ഗൈസ് അവിടെ ഒടുക്കത്തെ വെയിലാണ്, അതുകൊണ്ട് എടുത്ത സൈഡിലേക്ക് വെച്ച്. അപ്പം ഇവിടെ കുറച്ച് ഡാർക്കാന്ന് തോന്നുന്നു, പക്ഷെ പ്രശ്നമില്ല, നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പം ബാക്കി എടുത്ത് നോക്കുവാണെങ്കിൽ അവർ ഇതിലൊരു ഗ്രാബ് റെയിൽ കൊടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ലതാണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം പിടിക്കാനുള്ള കാര്യങ്ങളും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ട്രിപ്പ് പോകുന്ന സമയത്ത് ലഗേജ് കെട്ടാനുള്ള സംഭവങ്ങളും അതെല്ലാം ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ആ കാര്യങ്ങളൊക്കെ നല്ല പക്കായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. റിയറിലേക്ക് വരുന്ന സമയത്തായാലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ലുക്ക് തന്നെയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ബാക്കി ഇതിൻ്റെ സീറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ ആ ഡീറ്റെയിൽസ് പറയുന്ന മുമ്പേ ഞാൻ ഇതിൽ കയറി കഴിഞ്ഞിട്ട് സംസാരിക്കാം. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. കാരണം ഞാനിവിടെ നിന്ന് മടുത്തു. സീറ്റ് കയറുന്ന സ്ഥിതിക്ക് ഇതിൻ്റെ ഹൈറ്റും കൂടെ പറഞ്ഞേക്കാം. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 780 mm ആണ്. എനിക്ക് രണ്ടു കാലം ഒരുപോലെ ഫുഡ് കുത്തി നിൽക്കാൻ പറ്റുന്നില്ല, എന്നാൽ അത്യാവശ്യം കുഴപ്പമില്ല. വലിയ വെയിറ്റും ഫീൽ ചെയ്യുന്നില്ല. 185 കിലോ ആണ് ഈ ബൈക്കിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെ ഉള്ളൂ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റിയാണ്. 11 ലിറ്റർ ആണ് ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതുപോലെ മൈലേജിൻ്റെ കാര്യം, ARI ക്ലൈം ചെയ്യുന്ന മൈലേജ് എന്ന് പറഞ്ഞാൽ 29.5 ആണ്. ഇതിൻ്റെ ഒരു റിയൽ വേൾഡ് മൈലേജ് നമുക്ക് ഏകദേശം ഒരു 25 to 30 സുഖമായിട്ട് ക്ലൈം ചെയ്യാവുന്നുള്ളൂ. പക്ഷേ ഇത് ബേസ്ഡ് ഓൺ ദ ആൾക്കാരുടെ ഡ്രൈവിംഗ് സ്റ്റൈലാണ്. What happened? It depends on situation. I don't know. Yesterday you. Yeah. Please tell. Continue. But this kind of talk is not good. ഓരോ ആൾക്കാർക്കും ഓരോ ഡ്രൈവിംഗ് സ്റ്റൈലാണ്. നോർമൽ വൈബൊക്കെ അടിച്ച് പോകുന്ന ആൾക്കാർക്ക് സുഖമായിട്ട് ഒരു 30 ഒക്കെ ക്ലൈം ചെയ്യാവുന്നതുള്ളൂ. ഈ മൈലേജിന്റെ കാര്യവും എഞ്ചിന്റെ കാര്യവും ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിന് വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല ഈ പറയുന്ന പ്രീമിയം ബൈക്കിൽ. കാരണം ഇതിന്റെ താഴെയുള്ള വേരിയൻസിലും സെയിം ഹൈറ്റ്, സെയിം എഞ്ചിന്, സെയിം മീറ്റർ കൺസോൾ ഉള്ളൂ. ഇതിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. വ്യത്യാസം വരുന്ന ഒരു കാര്യമുള്ളൂ ഇതിന്റെ ഹാൻഡിൽ ബാർ. ഹാൻഡിലിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു സെഗ്മെന്റിൽ അവർ യൂസ് ചെയ്തിരിക്കുന്ന അലുമിനിയം ബാർസ് ആണ്. എന്നാൽ താഴെയുള്ള ഡാഷിലും ഫ്ലാഷിലും യൂസ് ചെയ്തിരിക്കുന്ന സാധാ സ്റ്റീൽ ബാർസ് ആണ്. ഇതിന്റെ ഒരു പ്രത്യേകത 56 mm ലോവറും 57 mm ഫോർവേഡും ആണ്. ഈ ഒരു ബാർസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വൈബ്രേഷൻ ഒക്കെ ഭയങ്കരമായിട്ട് കുറയ്ക്കും. പിന്നെ ഇതിന്റെ അപ്പുറത്തെ സൈഡ്, അതായത് ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിന്റെ ഒക്കെ സമയത്ത് നമുക്കൊരു ഹെവിനെസ് ഹാൻഡിൽ ഫീൽ ചെയ്യും. അത് മാത്രമല്ല ഒരു 100-110 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോകുന്ന സമയത്ത് അത്യാവശ്യം നല്ല വിൻഡ് ബ്ലാസ്റ്റ് കിട്ടും. ബാക്കി ഹാൻഡിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അതൊരു പുതിയ സംഭവമല്ലല്ലോ.
ഈ കിടന്ന വർക്കിംഗ് സ്വിച്ചും കാര്യങ്ങളെല്ലാം തന്നെ ലോവർ വേരിയന്റിലും വരുന്നതാണ്. ഇതിന്റെ ഈ ഒരു മീറ്റർ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇത് ഇവിടെ വരുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല ഇതിൽ അവർ ഒരു ടൈപ്പ് സി ചാർജിങ് പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എല്ലാ എൻഫീൽഡ് വണ്ടികളും അവര് ഈ ഒരു ടൈപ്പ് സി ചാർജിങ് പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് അത്യാവശ്യം നല്ലൊരു കാര്യമാണ് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ഇതിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് പോകാം. ഈ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ അത്യാവശ്യം കൊള്ളാം കേട്ടോ. ഈ ഒരു സെയിം ക്ലസ്റ്റർ തന്നെയാണ് ഈ ഗറിയിലയുടെ 3 വേരിയൻസിലും വരുന്നത്. അതിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. 4 ഇഞ്ചിന്റെ TFT ഡിസ്പ്ലേ ആണ് അവർ യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് നമ്മുടെ ഫോണായിട്ട് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇത് കസ്റ്റമൈസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇതൊരു നാവിഗേഷൻ സിസ്റ്റം ആയിട്ട് യൂസ് ചെയ്യാം. ഈ ഒരു സെയിം സാധനം തന്നെയാണ് ബാക്കി വേരിയൻസിൽ വരുന്നത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ ഈ കാര്യത്തിലൊന്നും വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ബാക്കി ഇത് എടുത്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വെയിലുള്ള സമയത്തായാലും നമുക്ക് നല്ലത് കാണാനൊക്കെ പറ്റുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ വലിയ കുഴപ്പങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ഈ ഒരു ടോപ്പ് വേരിയന്റ് വന്ന വേറൊരു ഗുണമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മാത്രമേ ഉള്ളൂ അഡീഷണൽ ആയിട്ട് റൈഡിംഗ് മെമ്മറി ഫംഗ്ഷൻ. ഈ ഒരു മെമ്മറി ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ഹിമാലയനും അതുപോലെ പഴയ ഗറിയിലൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഓരോ മോഡുണ്ട്. പെർഫോമൻസ് മോഡ്, അതുപോലെ എക്കോ മോഡ്. നമ്മളിപ്പോൾ ഇതിൽ ഓഫ് റോഡിനൊക്കെ പോകുന്ന സമയത്ത് നമ്മളിപ്പോൾ ABS ഓഫ് ചെയ്തിടും. അതുപോലെ തന്നെ ഇപ്പോൾ ഹൈവേ ഒക്കെ പിടിക്കുന്ന സമയത്ത് നമ്മൾ പെർഫോമൻസ് മോഡ് ഓൺ ആക്കിയിടും. പക്ഷേ കോൺസ്റ്റന്റ് ആയിട്ട് അവിടെ നിൽക്കൊന്നുമില്ല. നമ്മൾ എപ്പോഴാണോ വണ്ടി ഓഫ് ആക്കി ചാവി ഊഴിയെടുത്ത് തിരിച്ചൊന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് വീണ്ടും റീസ്റ്റാർട്ട് ആവും. പക്ഷേ ഈ ഒരു ന്യൂ ടെക്നോളജിയിൽ ആ ഒരു സംഭവമില്ല. അതായത് നിങ്ങൾ എങ്ങനെ കൊണ്ട് നിർത്തുന്നോ അങ്ങനെ ബാക്കി തുടർന്ന് ഓടിക്കാൻ പറ്റും. അത് ഈ ഒരു ടോപ്പ് വേരിയന്റ് മാത്രമേ വരുന്നുള്ളൂ. ഇനിയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം പറയാൻ പോകുന്നത്. അതായത് ഇപ്പൊ ഞാനൊരു ഗറിയില എടുക്കാൻ പോവാണ്. ഇതിന്റെ 3 വേരിയൻസ് ഉണ്ട്. ഏതാണ് എനിക്ക് പറ്റിയ ഒരെണ്ണം? അതിന് ഞാൻ ഏകദേശം ഒരു ക്ലൂ തരാം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ലേറ്റസ്റ്റ് മോഡലായ ഗറിയില ആപ്പെക്സ് 450 ഇത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് നിങ്ങൾക്ക് കോർണറിംഗ് ഒക്കെ ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ്. അതുപോലെ നിങ്ങൾക്ക് സോളോ ട്രിപ്പാണ് മെയിൻ ആയിട്ടും പോകുന്നത്. പിന്നെ ഇതിൽ ആരെയും വെക്കാൻ താല്പര്യമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗറിയിലയുടെ ഏറ്റവും സ്പെഷ്യൽ എഡിഷൻ വണ്ടി എടുക്കണം എന്നുള്ളവർക്ക് ഈ ഒരു ആപ്പെക്സ് സൂട്ടബിൾ ആണ്. നിങ്ങൾക്ക് ഇത് കണ്ണും പൂട്ടി എടുക്കാവുന്നതേ ഉള്ളൂ. അതല്ല നിങ്ങൾ എപ്പോഴും ഒരു ലോങ് ട്രിപ്പ് പോകുന്ന ആൾക്കാരാണ്, അത് മാത്രമല്ല നിങ്ങൾക്ക് ഒരു ഫുൾ പാക്കേജ് ഒരു വണ്ടി ഈ ഒരു ഗറിയില എടുക്കുന്ന സമയത്ത് ഒരു ഫുൾ പാക്കേജ് നിങ്ങൾക്ക് വേണം എന്നുള്ളവർക്ക് ഫ്ലാഷ് മോഡൽ ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഡാഷ് ചൂസ് ചെയ്യുന്ന ആൾക്കാർ, അതായത് നിങ്ങൾക്ക് ഒരു നീറ്റ് ലുക്ക് വേണം, അതുപോലെ തന്നെ നിങ്ങൾ ലുക്കിനേക്കാളും കൂടുതൽ കംഫോർട്ടിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുപോലെ തന്നെ ലോങ് റൈഡ് അല്ല, മെയിനായിട്ട് സിറ്റി യൂസ് അങ്ങനെയുള്ള യൂസുകൾ കൊടുക്കുന്ന പൈസയ്ക്ക് എല്ലാ സാധനം വേണം. എസ്പെഷ്യലി TFT ഡിസ്പ്ലേ അങ്ങനെയെല്ലാം വേണമെന്നുള്ളവർക്ക് ഈ ഒരു ഡാഷ് വേരിയന്റ് ചൂസ് ചെയ്യാം. അപ്പം ബാക്കി നമുക്ക് ഇതിന്റെ എക്സോസ് നോട്ട് ഒന്ന് കേട്ട് നോക്കാവേ. അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം. ഐശ്വര്യത്തിന്റെ സൈറം മുഴങ്ങുന്നത് പോലെ ഉണ്ടല്ലേ. ഈ ഒരു സൈലൻസിന്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടുവരുന്ന ഹിമാലയത്തിലൊക്കെയുള്ള സെയിം ഡിസൈൻ തന്നെയാണ് ഇതിലും വരുന്നത്. ഈ ഒരു സൗണ്ടിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ പെർഫോമൻസിന്റെ കാര്യത്തിലോ വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ വരുന്നില്ല ടോപ്പ് വേരിയന്റിലും ലോ വേരിയന്റിലും. ഇല്ലടാ, ചോദിക്കട്ടെ, ഈ മീനിന് എന്നാ വില വരും? ഇതിന്റെ പ്രൈസ് ഡീറ്റെയിൽസിന്റെ കാര്യമൊക്കെ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തേക്കാം കേട്ടോ. ഈ 3 വേരിയൻസിന്റെയും പ്രൈസ് ലിസ്റ്റ്. അത് മാത്രമല്ല നിങ്ങൾക്ക് ഇപ്പം ഗറിയിലയുടെ ഞാൻ പറഞ്ഞതല്ലാതെ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിലോ അതെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ ലോണിന്റെ കാര്യങ്ങൾ അറിയണമെങ്കിലോ ഞാനൊരു നമ്പർ ഈ വീഡിയോ കൊടുത്തേക്കാം. വെളിയത്ത് മോട്ടേഴ്സ്, ഇവര് എൻഫീൽഡിന്റെ ഒരു ഡീലേഴ്സ് ആണ്. ഇവർക്ക് നമ്മുടെ പാല കോട്ടയം സൈഡിൽ ഷോറൂം ഉണ്ട്. അത് മാത്രമല്ല ഇവർക്ക് തൊടുപുഴയിലും ഉണ്ട്, മൂവാറ്റുപുഴയിലുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തുള്ളവർക്ക് ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഇവർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് ഗറിയില മാത്രമല്ല ഏതെങ്കിലും വണ്ടി എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം. അത്യാവശ്യം നല്ല കസ്റ്റമർ സർവീസ് ഒക്കെ തന്നെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഈ ഒരു ചെറിയ റോഡിൽ കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നൊക്കെ. പറഞ്ഞ് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.